പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളുടെ ഭാഗമായി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്ന കടുത്ത വാശിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ഭാവി സമാധാന കരാറുകളുടെ നിർബന്ധിത ഭാഗമായി ഇസ്രയേൽ ഉൾപ്പെടുന്ന വിശാലമായ ഈ സഖ്യത്തെ മാറ്റണമെന്നാണ് ട്രംപിന്റെ കർശന നിലപാട്. ഈ ചരിത്രപരമായ കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ തയ്യാറാകാത്ത രാജ്യങ്ങൾ ഭാവിയിലെ വൻ സാമ്പത്തിക സമാധാന കരാറുകളുടെ ഭാഗമാകില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇസ്രയേലിനെ അംഗീകരിക്കുന്ന കാര്യം ആലോചിച്ചാൽ പോലും പാകിസ്ഥാന്റെ പരമോന്നത നേതൃത്വത്തെ നശിപ്പിച്ചു കളയുമെന്നാണ് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം നടന്ന റാലിയിലാണ് ലഷ്കർ മേധാവി സൈഫുള്ള ഖസൂരി ഭീഷണി മുഴക്കിയത്. ഇസ്രയേലിന് അംഗീകാരം നൽകാൻ മുതിർന്നവർ കൊല്ലപ്പെടുമെന്നായിരുന്നു ഖസൂരിയുടെ വാക്കുകൾ. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. 2025 ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഖസൂരി. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നടന്ന റാലിയിലായിരുന്നു പ്രസംഗം. ഇസ്രയേലുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ ദീർഘകാലമായുള്ള നയം മാറ്റാൻ ശ്രമിച്ചാൽ ശക്തമായി ചെറുക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇസ്രയേലിന് ഔദ്യോഗിക പദവി നൽകാൻ ഇസ്ലാമിക രാജ്യങ്ങളെ നിർബന്ധിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്നും ഖസൂരി അവകാശപ്പെട്ടു. പ്രതിരോധ രംഗത്ത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള സഹകരണം വളർന്നുവരുന്നത് ചൂണ്ടിക്കാട്ടിയ ഖസൂരി പാകിസ്ഥാന്റെ സൈനിക ശക്തിക്ക് ഇസ്രയേലിന്റെ സ്വാധീനത്തെ ചെറുക്കാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ള ദൂരം 4000 കിലോമീറ്ററാണ്. എന്നാൽ ഇന്നത്തെ പാകിസ്ഥാൻ എന്ന സൈനിക ശക്തിക്ക് അതൊരു ദൂരമേ അല്ല എന്നും ഖസൂരി പറയുന്നു. ഇറാൻ സമാധാന ചർച്ചയുടെ ഭാഗമാകുന്നവരെല്ലാം എബ്രഹാം ഉടമ്പടിയിൽ ചേരണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടതെങ്കിലും ഉടമ്പടിയിൽ ചേരാൻ താൽപര്യമില്ല എന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനായി ട്രംപ് ഇടപെട്ട് 2020 യാഥാർത്ഥ്യമാക്കിയ കരാറാണിത്. എന്നാൽ പാകിസ്ഥാൻ ഇന്നേ വരെ ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയോ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് 2020 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഈ കരാർ ഒപ്പുവെക്കുന്നത്. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ ആയിരുന്നു ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അന്ന് പ്രവർത്തിച്ചത്. ഈ ഉടമ്പടിയുടെ ഭാഗമായി UAE, ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലുമായി ഔദ്യോഗികമായി നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ ആരംഭിച്ചു. ഇസ്രയേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാതെയിരുന്ന അറബ് ലോകത്ത് വലിയൊരു മാറ്റത്തിനാണ് ഈ കരാറെന്ന് തുടക്കമിട്ടത്. ഇതിൽ UAEയുമായുള്ള കരാറാണ് ഇസ്രയേലിന് ഏറ്റവും വലിയ നയതന്ത്ര നേട്ടമുണ്ടാക്കി കൊടുത്തത്. നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനെ തുടർന്ന് UAEയിൽ 2021 ബഹ്റിനിൽ 2023 ഇസ്രയേൽ തങ്ങളുടെ എംബസികൾ തുറന്നിരുന്നു. അതിനാൽ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് കൂടി ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെന്നും ഇസ്രയേലിനെ അംഗീകരിക്കണമെന്നുമാണ് ട്രംപ് ഇവിടെ നിർബന്ധം പിടിക്കുന്നത്. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വലിയ തോതിലുള്ള സൈനിക ആക്രമണങ്ങൾക്ക് കാരണം ഈ മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ഇസ്രയേലിനോടുള്ള അമർഷവും അവിശ്വാസവും ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പുതിയ നീക്കത്തിന് അനുകൂലമായ ഒരു പ്രതികരണമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനാൽ തന്നെ അമേരിക്കയുടെ ഈ വൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് പാകിസ്ഥാൻ വളരെ വ്യക്തമായി മറുപടി നൽകി എന്നതാണ് ഇവിടെ ശ്രദ്ധ നേടിയ കാര്യവും. ഇസ്രയേലിനോടുള്ള രാജ്യത്തിന്റെ ദീർഘകാല നയങ്ങളിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ഇസ്ലാമാബാദ് വ്യക്തമാക്കി. അത്തരം ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല എന്നും സ്വതന്ത്രമായ ഒരു പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകുന്നതുവരെ ഇസ്രയേലിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിലുമാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നതും. ഒരു ദിവസം പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായി തങ്ങൾ എങ്ങനെ ചർച്ചയ്ക്കിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ നിർദ്ദേശത്തോട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രധാന ചോദ്യം. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി 1967 അതിർത്തികൾ അടിസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരാതെ ഇസ്രയേലുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറും വ്യക്തമാക്കി. നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു വരുമ്പോൾ ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.